ആദ്യമായി എനിക്കിവിടെ അമ്മയുടെ സാക്ഷിയാകാൻ എനിക്കൊരു അവസരം തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദിയോടുകൂടി. എൻ്റെ പേര് ജിജി. ഞാൻ കായംകുളത്തിനടുത്തുള്ള ദേവികുളങ്ങര എന്ന സ്ഥലത്താണ് വരുന്നത്. അപ്പം ഞാൻ 2024 ഫെബ്രുവരി 10 ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാനായി എത്തുന്നത്. ഒരുപാട് മാനസികമായുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇടയിൽ നിന്നുമാണ് ഞാൻ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഞാനൊരു നേഴ്സാണ്. ദേവികുളങ്ങര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പാലിയേറ്റീവ് നേഴ്സായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കരാർ അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ജോലിക്കൊരു സ്ഥിരതയില്ല. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം മാതാവിനോട് ഞാനിവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ജോലിക്കൊരു സ്ഥിരത തരണം, അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെയും സമാധാനവും ശാന്തിയും നിലനിർത്തി തരണം. ഇതിനുവേണ്ടി ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് സ്ഥിരമായി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഒരുപാട് പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോലി സ്ഥലത്ത് തന്നെ മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ 12 വർഷമായിട്ട് ഞാനവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഒരു മാനസിക ബുദ്ധിമുട്ട് തോന്നിയിട്ട് എനിക്കെന്നാൽ വേറൊരു ജോലിയെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഞാൻ ഓൺലൈൻ വഴിയാണ്, നേഴ്സസ് പേജ് എന്നൊരു ഓൺലൈൻ വഴിയാണ് ഞാൻ പല വേക്കൻസികളും നോക്കി. അതിൽ നിന്നും ഉചിതമായ കുറേ ആപ്ലിക്കേഷൻസുകളൊക്കെ അയച്ചു. പലരിൽ നിന്ന് റിപ്ലൈ വന്നെങ്കിലും എനിക്ക് മനസ്സിന് ഇണങ്ങിയ ഒരു മറുപടി എങ്ങും നിന്നും ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജൂൺ 26 എനിക്ക് ഒരു ഏജൻസി വിളിക്കുന്നു. അവർ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കുകയാണ്. അപ്പം അവിടെ അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു 29 കോട്ടയത്ത് വെച്ചും എറണാകുളത്ത് വെച്ചും ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, നിങ്ങൾക്ക് ഉചിതമായ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ചോയ്സ് ചെയ്യാം. അങ്ങനെ എനിക്ക് എളുപ്പം കോട്ടയം ആയത് കാരണം ഞാൻ കോട്ടയം ചോയ്സ് ചെയ്തു. സത്യത്തിൽ എൻ്റെ വീട്ടിൽ ഞാൻ കാരണം ഒരു ജോലിയിൽ ഇരിക്കുകയാണ്. അപ്പം വേറൊരു ജോലിയെപ്പറ്റി ഞാൻ വീട്ടിലൊന്നും പറയുന്നില്ല. എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം വേറൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ ശ്രമിച്ചോളൂ, അത് പുറത്തേക്ക് പോകാൻ വേണ്ടി വീട്ടിലൊരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ പുറത്തേക്ക് വിടാൻ പലയിടത്തു നിന്നും പല ബുദ്ധിമുട്ടുകളും പറയുന്നത് കാരണം ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അടക്കി വെച്ച് ഞാൻ നാട്ടിൽ തന്നെ തുടരാം എന്നുള്ളൊരു രീതിയിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ ഒരു വിഷമം കാരണം വീട്ടുകാരിൽ നിന്ന് സമ്മതം വന്നു, പുറത്തേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അതിനുവേണ്ടി ശ്രമിച്ചോളൂ എന്നുള്ളൊരു അനുമതി കിട്ടി. എങ്കിൽ പോലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറയാതെയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നത്. എൻ്റെ ചേച്ചിയോട് പറഞ്ഞു. എൻ്റെ ചേച്ചി ഞാനും കൂടിയാണ് ഒരു ഞായറാഴ്ച ഇൻ്റർവ്യൂവിന് ചെന്നു. ഒരു പ്രതീക്ഷയും എനിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് പുറത്തേക്കുള്ളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ആകുമല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് 15 പേരായിരുന്നു ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നത്. പക്ഷേ എന്നേക്കാൾ കഴിവുള്ളവരും എന്നേക്കാൾ പ്രായം കുറഞ്ഞവരും എന്നേക്കാൾ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ ഓരോരുത്തരുടെയും ഒരു അപ്പിയറൻസും അവരുടെ ഒരു പെർഫോമൻസും ഒക്കെ ഒരു രീതി കണ്ടപ്പോൾ ഞാൻ ഇവരിൽ നിന്ന് ഒന്നുമല്ല, എനിക്ക് ഒരിക്കലും കിട്ടാൻ യാതൊരു യോഗ്യതയില്ല എന്ന് തന്നെ ഞാൻ തന്നെ മനസ്സിൽ കരുതി. എങ്കിൽ പോലും എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ മാതാവ് ഉണ്ടായിരുന്നു. എൻ്റെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും എങ്ങനെ ആകട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തൊരു അത്ഭുതം എന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ നിറഞ്ഞ വളരെ പോസിറ്റീവ് എനർജിയോടുകൂടിയാണ് അവിടെ. എങ്ങനെ എനിക്ക് എനർജി വന്നു, എത്ര ഞാൻ ആക്റ്റീവായി എന്നെനിക്കറിയില്ല. അവർ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. നല്ല ഫ്ലുവൻ്റായിട്ടുള്ള ഇംഗ്ലീഷ് പറയാൻ അറിയുള്ളവർക്ക് മാത്രമുള്ള ഒരു ചാൻസ് കിട്ടുന്ന ഒരു ഇൻ്റർവ്യൂവിലാണ്. പക്ഷേ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം നിഷ്പ്രയാസം ഒരു 1/4 മണിക്കൂറോളം തുടർന്നും ഒരു കണ്ടിന്യൂസ് ആയിട്ട് എനിക്കെന്നെ മറുപടി പറയാനും ആ വന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാമതായി ഓഫർ ലെറ്ററും അവരുടെ ഒരുപാട് അപ്രീസിയേഷനും കൂടി എനിക്ക് ആ ഒരു ഓഫർ ലെറ്റർ ലഭിച്ചു. എനിക്കതിന് ഒരിക്കലും എൻ്റെ കഴിവല്ല. കാരണം അവിടെ സംസാരിച്ചത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഞാനല്ല. കാരണം എനിക്ക് അത്രയും കഴിവില്ല. പക്ഷേ ആ ഒരു കഴിവ് എനിക്ക് നേടിത്തന്നത് എൻ്റെ മാതാവാണ്. എൻ്റെ മാതാവ് ആണ് എനിക്ക് വേണ്ടി സംസാരിച്ചതും ആ വാക്കുകളിലൂടെ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞതും എൻ്റെ മാതാവാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാതാവിൻ്റെ കഴിവൂടെ എനിക്ക് അങ്ങനെ കിട്ടി. പക്ഷേ അതിനുശേഷം ഒരുപാട് കടമ്പകളുണ്ട്. ഓഫർ ലെറ്റർ കിട്ടി എന്നും കാര്യം നമുക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല. പിന്നെ ഒരുപാട് പേപ്പർ വർക്കുകളും പിന്നെ പ്രോമെട്രി എന്ന് പറയുന്ന ഒരു എക്സാമും ഉണ്ട്. പ്രോമെട്രിയെ പറ്റി ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പഠിച്ചിറങ്ങിയിട്ട് കുറേ നാളായി. ഞാൻ എങ്ങനെ ഈ കടമ്പ കടക്കും? അതുകൊണ്ട് പ്രോമെട്രിയെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ പുസ്തകങ്ങളെടുത്ത് വെച്ചും ഓൺലൈനിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തും ഏജൻസി പറയുന്ന സമയമായിട്ടും ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നില്ല. കാരണം എക്സാം അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പേടിയാണ്. കാരണം ഒരു എക്സാമിന് തന്നെ 28,000 രൂപയാണ് കെട്ടിവെക്കേണ്ടത്. അപ്പോൾ ആ എക്സാം എനിക്ക് ഫെയിലായി കഴിഞ്ഞാൽ 2 പ്രാവശ്യം കൂടി എഴുതാം. പക്ഷേ എപ്പോഴും സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. എവിടെ നിന്ന് ഈ പൈസ കണ്ടെത്തും? അതുകൊണ്ടൊക്കെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ
ചെയ്യാൻ വളരെയേറെ ഒരു ആദ്യത്തെ അറ്റൻഡിൽ തന്നെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നെപ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടുമോ അങ്ങനെയുള്ള സംശയമൊക്കെ കാരണം ഞാൻ എക്സാം എഴുതാതെ ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ട് നടന്നു. പക്ഷേ ഏജൻസിക്കാർ എന്നെ സമ്മർദ്ദം ചെലുത്തി എത്രയും പെട്ടെന്ന് എക്സാം എഴുതിയില്ലെങ്കിൽ ഈ ചാൻസ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ തന്നെ എനിക്ക് വേണ്ടി ഒരു ഓഫ്ലൈൻ ക്ലാസ് അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ ആ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് 10 ദിവസം അവിടെ പോയി നിന്ന് ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥനകളോട്, കാരണം കഴിവിനപ്പുറം എൻ്റെ കഴിവുകളൊന്നുമില്ല. കാരണം ഞാൻ പഠിച്ചിറങ്ങിയ കുറേ കാലം കഴിഞ്ഞു, എൻ്റെ കഴിവുകളൊന്നുമില്ല. പക്ഷേ മാതാവ് ഇടപെട്ടാൽ മാത്രമേ ഈ ഒരു കടമ്പ കടന്നു കിട്ടാൻ പറ്റും 100% ഞാൻ വിശ്വസിച്ചു. കാരണം എനിക്ക് യാതൊരു മെറിറ്റും ഇല്ല, എല്ലാം മാതാവിൻ്റെ കഴിവ് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനകളിലും അതിൻ്റെ കൂടെ തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും എനിക്ക് അത്ഭുതങ്ങളായിരുന്നു. കാരണം പഠിച്ചിറങ്ങി ഫ്രഷ് ആയിട്ടുള്ള കുട്ടികൾ ഇരിക്കുമ്പോൾ അവരുടെ ഒപ്പം തന്നെ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരു സമാധാനവും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. ഒക്ടോബർ 19 ആയിരുന്നു പരീക്ഷ. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. 11 മണിയാണ് സമയം കിട്ടിയത്. രാവിലെ കായംകുളത്ത് നിന്നും 6:15 ഒരു ട്രെയിൻ കയറി അവിടെ രാവിലെ ഞാൻ രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ ട്രെയിൻ വരുന്നതിന് മുമ്പായിട്ട്, ഞാൻ പ്രാർത്ഥിച്ചിറങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു അടയാളം കാണിച്ചു തരണം. ആ അടയാളം കണ്ടുകൊണ്ട് വേണേൽ എനിക്ക് പോകാൻ. ആ അടയാളം കണ്ടിട്ട് പോയാൽ എനിക്ക് ഉറപ്പാണ് എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റും. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ട്രെയിൻ പോകുന്ന സമയം വീട്ടുകാർ ബഹളം വെക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തിരി അണയ്ക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് അടയാളം കിട്ടുന്നില്ല. ഞാൻ പക്ഷേ തിരി അണച്ച് തിരിഞ്ഞ് നോക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒരു മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് എക്സാം നല്ല രീതിയിൽ പാസ്സാകാൻ പറ്റുമെന്ന്. എനിക്ക് ആ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് അവിടെ നിന്ന് കിട്ടി. തുടർന്ന് ഞാൻ പോകുന്ന വഴിക്കെല്ലാം ചൊല്ലിക്കൊണ്ട് നടന്നു. അവിടെ എക്സാം ഹാളിലെത്തിയപ്പോഴും വളരെ കോൺഫിഡൻസോടുകൂടി എനിക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ചില സമയത്തൊക്കെ എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കും. ഞാൻ മാതാവിനോട് പറയും, മാതാവേ, എനിക്ക് ചില ഉത്തരങ്ങൾ കിട്ടുന്നില്ല, നീ എനിക്ക് കാണിച്ചു തരണമേ. എനിക്ക് എന്തോ മാജിക്ക് പോലെ ഒരു ഉത്തരം എനിക്ക് തെളിഞ്ഞു വരും. ഞാനത് ക്ലിക്ക് ചെയ്ത് 3 മണിക്കൂർ കൊണ്ട് എഴുതേണ്ട പരീക്ഷ ഞാൻ 2.5 മണിക്കൂർ കൊണ്ട് എഴുതി കഴിഞ്ഞ് ഞാൻ റിവൈസ് ചെയ്ത് നോക്കിയപ്പം ഞാൻ തെറ്റാണെന്ന് കരുതിയ പല ഉത്തരങ്ങളും അത് ശരിയായിട്ട് തന്നെ അത് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആകുന്ന സമയം എന്ന് മുതൽ ഞാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ വരെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് ഒരു 96 എന്നൊരു നമ്പർ പലതവണ, ഒന്നല്ല രണ്ടല്ല പല തവണ എനിക്ക് ആ നമ്പർ തെളിഞ്ഞു എന്നെ സ്വപ്നത്തിൽ കാണിച്ചു തരും. എനിക്ക് മാർക്ക് പാസ്സാകാൻ വേണ്ടി 60% മാർക്കാണ് വേണ്ടത്. പക്ഷേ 96 കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഈ 96% കിട്ടാനുള്ള യോഗ്യത എനിക്കുണ്ടോ. അത്രയും യോഗ്യത എനിക്കില്ല. 96 പോയിട്ട് 60% പോലും പാസ്സാകാനുള്ള യോഗ്യത എനിക്കില്ല. എന്നിട്ട് എനിക്ക് എന്താണ് ഈ 96 കാണുന്നത് എനിക്ക് മനസ്സിലായില്ല. പരീക്ഷ നമുക്ക് കഴിയുമ്പോൾ അന്നേരം തന്നെ നമുക്ക് പാസ്സാണോ ഫെയിലാണോ എന്ന് കാണിക്കും. അപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ എനിക്ക് പാസ്സായെന്നുള്ള റിസൾട്ട് വന്നു. പാസ്സായ റിസൾട്ട് വന്നിട്ട് അവർ പറഞ്ഞ 1/2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മെയിലിലേക്ക് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് വരും. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് ഞാൻ മെയിൽ ഓപ്പൺ ചെയ്തു. മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് എൻ്റെ മാർക്ക് ലിസ്റ്റിനകത്ത് 96 മാർക്കാണ് എനിക്ക് അന്ന് കിട്ടിയത്. എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്നെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് മാതാവ് ആ മാർക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പം മാതാവ് നിശ്ചയിച്ചിരുന്നു എനിക്ക് 96 മാർക്ക് കിട്ടുമെന്നും ഈ പരീക്ഷയ്ക്ക് ആദ്യത്തെ അറ്റൻഡിൽ തന്നെ ഞാൻ ജയിക്കുമെന്ന് മാതാവ് എനിക്ക് നേരത്തെ തന്നെ കാണിച്ചു തന്നിരുന്നു. പിന്നെയുള്ള ഒരുപാട് പേപ്പറുകളും കാര്യങ്ങൾക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ട്, കാരണം മറ്റുള്ളവരൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം അവിടെ നിൽക്കുന്ന സമയത്ത് പോലും എൻ്റെ ഓരോ വർക്കുകളും മുമ്പോട്ട് വന്നു. ജനുവരി 2-ാം തീയതി എൻ്റെ മെഡിക്കൽ കഴിഞ്ഞു. മാർച്ച് 7-ാം തീയതി എനിക്ക് ടിക്കറ്റ് വരുമെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനും മാതാവ് മുൻപേ ഇടപെട്ടു. എനിക്ക് മാർച്ച് 2-ാം തീയതി ടിക്കറ്റുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ അവിടെ വരും, സാക്ഷ്യം പറയും. എൻ്റെ വിസയും ടിക്കറ്റുമായിട്ട് വന്നിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ടിക്കറ്റ് വരാൻ താമസിക്കുകയാണ്. മെനങ്ങാന്നായിട്ട് എനിക്ക് ടിക്കറ്റ് വന്നിട്ടില്ല. പക്ഷേ അവർ ഡേറ്റ് പറഞ്ഞു 2-ാം തീയതി വരുമെന്ന്. അപ്പം ഞാൻ ഇന്നലെ രാവിലെ എഴുന്നേറ്റു. മെനങ്ങാൻ രാത്രി എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് എന്തായാലും സാക്ഷ്യം പറയാൻ പോകാം. സാക്ഷ്യം പറയുമ്പോഴത്തേക്ക് എൻ്റെ ടിക്കറ്റ് വന്നാലും വന്നില്ലേലും ഞാൻ 25-ാം തീയതി പോയി അമ്മയ്ക്ക് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി എൻ്റെ ഫോണിലേക്ക് മെയിൽ വന്നു, നിങ്ങൾക്ക് ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. മാർച്ച് 2-ാം തീയതി 4 മണിയുടെ ഫ്ലൈറ്റിന് ഞാൻ ഖത്തറിലേക്ക് പോവുകയാണ്. നിസ്സാരമായിട്ടല്ല, ഖത്തർ മിനിസ്ട്രിയിലേക്കാണ് എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. അത് അമ്മ
അമ്മ മാതാവിൻ്റെ ഇടപെടലാണ് ഇത്രയും കാലതാമസത്തിനിടയിൽ, അതായത് ഞാൻ പഠിച്ചിറങ്ങിയിട്ട് കുറേ വർഷമായി. ഇതിൻ്റെ ഇടയിൽ ഞാൻ പലതവണ പല ജോലികളും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും എനിക്ക് ഫലവത്തായി കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് വളരെ സമയ ചുരുക്കത്തിനുള്ളിൽ മാതാവിൻ്റെ അടുത്ത് വന്നതിന് ശേഷം മാതാവ് തന്നൊരു അനുഗ്രഹം മാത്രമാണ്. 100% ഞാൻ വിശ്വസിക്കുകയാണ് ഇത് മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഈ ജോലിയിൽ എന്നും ഞാൻ ഈ മാതാവിനോട് കടപ്പെട്ടിരിക്കും. എൻ്റെ ജീവിതം മുഴുവനും മാതാവിനോടുള്ള സ്നേഹത്തിലും മാതാവിനോടുള്ള കടപ്പാടിലും മാത്രമായിരിക്കും ഇനി എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. എന്നും മാതാവിനെ അനുസരിച്ച് മുമ്പോട്ട് ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രാർത്ഥനയോടും കൂടിയായിരിക്കും എൻ്റെ ഇനി മുമ്പോട്ടുള്ള ജീവിതങ്ങൾ. അതുകൊണ്ട് ഇത്രയൊക്കെ ഇത് ഒരുപാട് എനിക്ക് പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ തന്നെ എനിക്ക് രോഗസൗഖ്യത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ കൊച്ചിൽ ഏകദേശം ഒരു 18 വയസ്സായപ്പോഴത്തേക്ക് എൻ്റെ ചെവിയിൽ എന്തോ ഞാൻ അശ്രദ്ധമായി എടുത്തിട്ട് എൻ്റെ ചെവിയിലൊരു ഇഞ്ചുറി ഉണ്ടായി, ഒരു ഹോൾ ഉണ്ടായി. അതിൽ നിന്ന് നിരന്തരം എപ്പോഴും ചൊറിച്ചിലും വേദനയും പഴുപ്പും വന്നുകൊണ്ടിരുന്നത്. അതിന് എല്ലാ വർഷവും 1ഉം 2ഉം പ്രാവശ്യം ENT കാണുകയും ആൻറ്റിബയോട്ടിക് എടുക്കുകയും ഇറിഗേഷൻ വരെ ചെയ്തു. വളരെ ബുദ്ധിമുട്ട് IV ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നിയോഗം ഇവിടെ വന്ന് അപ്പം വെച്ച കൂട്ടത്തിൽ ആദ്യം വെച്ചതാണ് എൻ്റെ രോഗസൗഖ്യത്തെ പറ്റി. കാരണം ഞാൻ ഇത്രയും വർഷമായിട്ട് അനുഭവിക്കുന്ന എൻ്റെ ചെവിയുടെ ബുദ്ധിമുട്ട് ഡോക്ടർമാരെ കാണിക്കും. ഡോക്ടർ പറയും പനി വരരുത്, ബുദ്ധിമുട്ട് വരരുത്, വന്നാലുടൻ തന്നെ ചെവിയിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എത്ര ചെയ്താലും സക്സസ് ആകത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കും ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പറേഷനെ പറ്റി ഒന്നും ഒരു ഓപ്പറേഷൻ പോലും ചെയ്യാതെ എൻ്റെ ചെവിക്ക് പൂർണ്ണമായിട്ടും സൗഖ്യം തരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ ഉടമ്പടിക്ക് ശേഷം ഇന്നേ വരെ എനിക്കൊരു ENT കാണേണ്ട വരികയോ എൻ്റെ ചെവിയിൽ നിന്നും ഒരു പഴുപ്പോ വെള്ളമോ വരികയോ എൻ്റെ ചെവിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. അതെല്ലാം എൻ്റെ മാതാവിൻ്റെ ഇടപെടൽ നിമിത്തമാണ്. അതെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇനിയാണെങ്കിലും എൻ്റെ ആരോഗ്യത്തിനാണെങ്കിലും എൻ്റെ എല്ലാം ശാരീരികവും മാനസികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ മാതാവ് പൊന്നുപോലെ കാത്തുകൊള്ളുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം എൻ്റെ നടപ്പിലും എടുപ്പിലും എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ എന്ത് മനസ്സുകൊണ്ടെങ്കിലും ശകലം പോലും വിഷമിക്കുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അമ്മ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെടും. അമ്മ മാതാവ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. എല്ലാ ഭാഗത്തും എനിക്ക് ഒരുപാട് സംരക്ഷണം എൻ്റെ മാതാവ് തരുന്നുണ്ട്. എനിക്ക് അങ്ങോളം അതുണ്ടാകുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കുന്നുണ്ട്. ഞാനൊരു പാലിയേറ്റീവ് നേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഫീൽഡ് വിസിറ്റാണ് കൂടുതലും. നമ്മൾ ഫീൽഡിന് ചെല്ലുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലൊരു തോന്നലുണ്ടാകും, ഇവർക്ക് ഈ പത്രത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആവശ്യമുണ്ട്. എല്ലാവർക്കും ഒന്നും കൊടുക്കാറില്ല. പക്ഷേ നമ്മൾ കണ്ടറിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ അവരോട് പങ്കുവെക്കും. അതുപോലെ തന്നെ ഞാൻ അവർക്ക് പത്രം കൊടുക്കും, മാതാവിനെ പറ്റി പറയും. അതുകൊണ്ട് സ്റ്റാറ്റസ് വെക്കാറുണ്ട്. സ്റ്റാറ്റസ് വെക്കുമ്പോൾ പലരും എന്നോട് ഇതിനെപ്പറ്റി അന്വേഷിക്കും. അപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങളെല്ലാം അവരോട് പങ്കുവെക്കാറുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് എല്ലാം നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ധനസഹായം ചെയ്തു കൊടുക്കാറുണ്ട്. എനിക്ക് ഇങ്ങനെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനം. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. ജിജിയുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ തെളിഞ്ഞു കാണുന്നത് അതുതന്നെയാണ്. ജിജിക്ക് ഏറ്റവും ആവശ്യം ദൈവം തന്നെ എൻ്റെ കൂടെ സഞ്ചരിക്കണം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എനിക്കുണ്ടാകണം എന്നുള്ള ഒരു വാശിയേറിയ പ്രാർത്ഥനയാണ്. കാരണം തൻ്റെ അയോഗ്യതകളെല്ലാം എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് എനിക്കിതിനൊന്നും യോഗ്യതയില്ല, ഒരു ഖത്തർ മിനിസ്ട്രിയിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനുള്ള യോഗ്യതകൾ എനിക്കൊന്നുമില്ല എന്ന് വീണ്ടും ജിജി ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയച്ചുരുക്കത്തിലാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വലിയ ഉടമ്പടി അടിസ്ഥാനത്തിൽ ഈ മകൾക്ക് ഒരു പുതിയ ജോലി ലഭിച്ചിരിക്കുന്നത്. പിതാവിൻ്റെ മുൻപിൽ ഈശോ നമ്മെ ഏറ്റുപറയേണ്ടുന്ന ഒരു സാക്ഷ്യമാണിത്. കാരണം പിതാവിൻ്റെ മുൻപിൽ മനുഷ്യരുടെ ഇടയിൽ എന്നെ ഏറ്റുപറയുന്നതിന് പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെക്കുറിച്ച് ഏറ്റുപറയും എന്നുള്ളൊരു വലിയ വാഗ്ദാനം ഉടമ്പടിയിലൂടെ ഈശോ നമുക്ക് നൽകുന്നുണ്ട്. മകൾക്ക് ജിജിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആ ഒരു സ്റ്റാറ്റസിനെ സ്റ്റാറ്റസിനെ ചെറുതാക്കിയ ജീവിതാവസ്ഥയിൽ നിന്നാണ്. തൻ്റെ യോഗ്യതകളൊന്നുമില്ല, ഞാൻ കണ്ട മറ്റു വ്യക്തികൾ എല്ലാവരും വളരെ ക്വാളിഫൈഡ് ആയവരാണ്, വളരെ അപ്പിയറൻസ് അവരുടെ ലുക്ക് വളരെ വലുതാണ്,
അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇൻ്റർവ്യൂവിന് പോകുന്നതും. പക്ഷേ സ്വപ്ന ദർശനത്തിൽ തന്നെ മകൾക്ക് ആ പരീക്ഷയിലുള്ള മാർക്ക് ഈശോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. 96 എന്ന നമ്പർ ഈ മകൾക്ക് സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തി കിട്ടുന്നുണ്ട്. അതുതന്നെയാണ് മകളുടെ പരീക്ഷ കഴിഞ്ഞപ്പോഴുണ്ടായ ആ കൃത്യമായ മാർക്ക്. 96% മാർക്കോടുകൂടിയാണ്. വൻ വിജയമാണ് 96. മകൾ തന്നെ പറയുന്നു, ഒരു ഫസ്റ്റ് ക്ലാസ്സിന് പോലും എനിക്ക് യോഗ്യതയില്ല, 60 മാർക്കിന് പോലും എനിക്ക് യോഗ്യതയില്ലാതിരുന്നപ്പോൾ എനിക്ക് 96 മാർക്ക് ലഭിച്ചാണ് എനിക്ക് പരീക്ഷ പാസ്സായത് എന്ന് മകളേറ്റ് പറയുന്നു. പരിശുദ്ധ അമ്മ അങ്ങനെ തന്നെയാണ് ദൈവപിതാവിൻ്റെ പ്രീതി, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാകാനുള്ള യോഗ്യത ഏറ്റെടുക്കുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ് പരിശുദ്ധ മാലാഖ വന്ന് സന്ദേശം അറിയിച്ചപ്പോൾ, നീ ദൈവപുത്രനെ അമ്മയാകുമെന്ന മംഗളവാർത്ത തന്നപ്പോൾ, ഞാൻ യൂദാവംശത്തിലെ ദാവീദ് രാജാവിൻ്റെ കുലത്തിൽ നിന്നാണെന്നൊന്നുമല്ല പരിശുദ്ധ അമ്മ പറഞ്ഞത്. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന വളരെ ഹമ്പിളായ, വളരെ വിനീതമായ ഒരു പ്രസ്താവനയാണ് പരിശുദ്ധ അമ്മ അവിടെ ഇറക്കി. ഉടമ്പടി ജീവിതത്തിലും നമുക്ക് അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഇതൊന്നും എൻ്റെ യോഗ്യതകളല്ല, ഞാൻ നഴ്സിംഗ് പഠിച്ചു, ഞാൻ BSc പഠിച്ചു, ഞാൻ MBBS പഠിച്ചു എന്നുള്ള യാതൊരു യോഗ്യതകളും നമ്മൾ ഏറ്റുപറയേണ്ട. കാരണം ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാകും ജീവിതം ഏറ്റവും എത്തിപ്പിടിക്കുന്നത് ഈശോയുടെ അനുഗ്രഹത്താൽ മാത്രമാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നാം ഉടമ്പടി എടുത്ത് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നതുകൊണ്ട് നമുക്കൊന്നിനും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജിജി പറയുന്നുണ്ട്, ഇനി ഞാൻ എവിടെ ചെന്നാലും നമുക്ക് ഈ ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത് ഒരു മിഷണറി ആകാനുള്ള വലിയ ഉത്തരവാദിത്തമാണ്. നമ്മെ പ്രവാസിയായി നമ്മെ ദൈവം കൊണ്ടുപോകുന്നത് തന്നെ അവിടുത്തെ വചനം പങ്കുവയ്ക്കാനുള്ള, അവിടുത്തെ സാക്ഷ്യമേറ്റു പറയാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തമായിട്ടാണ്. ജിജി എവിടെയെല്ലാം ചെല്ലുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിക്കുവാനും അതുപോലെ തന്നെ ഈശോയെ ഏറ്റുപറയാനുള്ള വലിയ കൃപയുമായിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.